പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ ദൃശ്യത്തിൻ്റെ ദൃശ്യം അല്പസമയത്തിന് മുഖ്യമന്ത്രി പമ്പയിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി വേദിയിലേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഔപചാരികമായി 10:30 മണിക്ക് ഈ ആഗോള സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ കുറച്ച് നേരത്തെ തുടങ്ങാനും സാധ്യതയുണ്ട്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ അവിടെ ദീപം തെളിയിക്കുന്ന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി VN വാസവൻ സാന്നിധ്യത്തിലാണ്. ഇപ്പം ശബരിമല തന്ത്രിയുടെ സാന്നിധ്യം പ്രേക്ഷകർ കാണുന്നുണ്ട്. അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും അവിടെ വേദിയിൽ സന്നിഹിതനാണ്. ഇപ്പോൾ S വിജയകുമാർ സംഗമ വേദിക്ക് അടുത്തുനിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, എന്തൊക്കെ വിവരങ്ങൾ? തത്വമസിയുടെ മഹാപൊരുളിന്റെ ഈ ഉദ്ഘാടന സഭ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേദിയിൽ പ്രധാനപ്പെട്ട എല്ലാവരെയും കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് ആ വേദിയിലേക്ക് എത്തിയത്. മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ, തന്ത്രി കണ്ഠരര്, മഹേഷ് മോഹനര്, അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കേണ്ട വേദിയിൽ നേരത്തെ തന്നെ ക്രമീകരിച്ചിരുന്ന എത്തേണ്ട മുഴുവൻ ആളുകളും എത്തിയിട്ടുണ്ട്. ഈ ഏതാണ്ട് 3500ഓളം പ്രതിനിധികളെയാണ് ഈ സമ്മേളനത്തിൽ ആദ്യ സെഷനിൽ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് അവിടെ പൂർത്തിയായത്. അത് അനുസരിച്ച് ഉദ്ഘാടന സമ്മേളനം ഇപ്പോൾ തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ചാണ് ആ വേദിയിലേക്ക് എത്തിയത്. അതിന് തൊട്ടു മുമ്പ് NSSനെ പ്രതിനിധീകരിച്ച് NSSന്റെ വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, അദ്ദേഹം തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് കൂടിയാണ്, അദ്ദേഹം ആ വേദിയിലേക്ക് എത്തിയിരുന്നു. മറ്റ് പ്രധാനപ്പെട്ട നേരത്തെ ക്ഷണിക്കപ്പെട്ട മുഴുവൻ പ്രതിനിധികളും എത്തിയിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിമാർ, ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, മന്ത്രി P പ്രസാദ്, അങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട മുഴുവൻ സംസ്ഥാന മന്ത്രിമാരും എത്തിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തരാണ്, അതായത് അയ്യപ്പ വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളെ പ്രതിനിധീകരിച്ച് ആരും എത്തിയിട്ടില്ല. അതിനിടയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസ ഈ പരിപാടിക്ക് ലഭിച്ചത്. മന്ത്രി VN വാസവൻ ഒരു കത്ത് അദ്ദേഹം അയച്ചിരിക്കുകയാണ്. അതിൽ ശബരിമല ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ലക്ഷ്യം നിറവേറട്ടെ എന്ന് അദ്ദേഹം ആശംസ അറിയിച്ചു. അതിൽ എല്ലാ ഭാവങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ അസൗകര്യവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ മന്ത്രി VN വാസവനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അല്ലെങ്കിൽ അത് ഏതാണ്ട് ബഹിഷ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഈ പരിപാടിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ദേവസ്വം മന്ത്രിക്ക് ഒരു കത്തയച്ചു എന്നത് വളരെ ഒരു വളരെ കൗതുകമുള്ള രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. പമ്പയിലെ ത്രിവേണിയിലെ ഈ വേദിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ അലയൊലികളും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിന്റെ തുടക്കം മുതൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ ആലോചന ഘട്ടം മുതൽ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ അങ്ങോളം ഇങ്ങോളം നമ്മൾ കാണുന്നതാണ്. പ്രതിപക്ഷം ആദ്യം ബഹിഷ്കരിക്കുമെന്ന് പറയുന്നു, പിന്നീട് ബഹിഷ്കരിക്കില്ല, ഞങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നീട് പ്രതിപക്ഷ നേതാവ് ചില ചോദ്യങ്ങളുമായി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.